നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാളിൽ കേന്ദ്രസേനകളെ അധികമായി വിന്യസിക്കുന്നതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. യുദ്ധ ടാങ്കറുകളും റഫേൽ വിമാനങ്ങളും കൂടിയിറക്കൂ എന്നാണ് TMC വക്താവ് റിജു ദത്തയുടെ പരിഹാസം. ഭയപ്പെടുത്താനുള്ള BJPയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നീക്കം ജനങ്ങൾ ചെറുത്തു തോൽപ്പിക്കും എന്നും റിജു ദത്ത പറഞ്ഞു. The election commission is doing voter intimidation in Bengal. It has never happened before. This is a classic case of voter intimidation by using amphibious vehicles, by using more than 2,400 companies of armed forces, and this is basically scaring the people of Bengal. But let me say this in very clear terms, that people of Bengal are the ones who fought for the independence of this country, and the people of Bengal will give a befitting reply to BJP and this BJP's commission come 4th of May. ശ്രീനാഥ് ചന്ദ്രൻ കൊൽക്കത്തയിൽ നിന്നുണ്ട്. ശ്രീനാഥ്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഇങ്ങോട്ട് വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നും തൃണമൂലിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇന്നിപ്പോൾ ആദ്യഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ അവസാനഘട്ട പ്രചാരണങ്ങൾ പുരോഗമിക്കുന്നത്? ഒപ്പം ഈ നിലയിൽ ഒരു വിമർശനം ഈ അവസാന ഘട്ടത്തിൽ ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ്? ഏതായാലും ഇന്ത്യയിലെ ഒരു 9 സംസ്ഥാനങ്ങളിലെങ്കിലും തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തതിൽ നിന്നുള്ള അനുഭവം വെച്ച് പറയുന്നു, ഇത്രയധികം ഒരു സുരക്ഷാ വിന്യാസം മറ്റെവിടെയും കണ്ടിട്ടില്ല. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം കനത്ത സുരക്ഷയിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് നിസ്സംശയം തന്നെ പറയാം. ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം വരുന്ന സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് അംഗങ്ങൾ ഇവിടെ ഉണ്ട്. പല കമ്പനി അംഗങ്ങളുണ്ട്. ഒപ്പം തന്നെ CASFന്റെ അടക്കം വിവിധ സേനാ വിഭാഗങ്ങളുടെ അംഗങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇത് ഒരു തരത്തിൽ ഇലക്ഷൻ കമ്മീഷനും BJPയും ചേർന്ന് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്നതാണ് TMC തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും റിജു ദത്ത അടക്കമുള്ളവർ ഈ കാര്യം എടുത്ത് ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഇത്ര അധികം ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് നിയമിക്കുന്നത്? ഇത് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. എങ്ങനെയെങ്കിൽ മാരകായുധങ്ങളും ടാങ്കുകളും ഒക്കെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൂടെ എന്ന് പരിഹാസ രൂപേണ ചോദിക്കുന്നത് നമുക്ക് ആ വാർത്താ സമ്മേളനത്തിൽ കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളാണ് അവസാന ദിവസം ഇതിപ്പോൾ പ്രചാരണം ഒന്നാം ഘട്ടത്തിന്റെ പ്രചാരണം കഴിയാനിരിക്കെ ബംഗാളിൽ സജീവമായി തന്നെ കേൾക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകമായി ഒരു ഫെയർ ഇലക്ഷൻ ബംഗാളിൽ നടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചില സംവിധാനങ്ങൾ കുറച്ചധികം സുരക്ഷ ശക്തമാക്കേണ്ടി വരുന്നത് എന്നൊരു വിശദീകരണം നൽകുന്നുണ്ട്. അതിനോട് TMCയുടെ ചോദ്യം, അങ്ങനെയെങ്കിൽ നാളിതുവരെ നടന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ തെരഞ്ഞെടുപ്പുകളൊന്നും തന്നെ ഫെയർ ഇലക്ഷൻ ആയിരുന്നില്ലേ, നല്ല രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ലേ എന്ന ചോദ്യമാണ് TMC തിരികെ ചോദിക്കുകയും ചെയ്തത്. ഏതായാലും ഇനിയിപ്പോൾ അധിക സമയമില്ല. 152 മണ്ഡലങ്ങളിലേക്കാണ് പരസ്യ പ്രചാരണം ഇന്നിപ്പോൾ അവസാനിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ അവസാന റൗണ്ട് പ്രചാരണം അവിടെ പുരോഗമിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലാണ് BJPയുടെ പ്രചാരണം പ്രധാനമായി കേന്ദ്രീകരിച്ച് നടത്തുന്നത്. മറ്റ് ചില ദേശീയ നേതാക്കൾ കൂടി സംസ്ഥാനത്തുണ്ട്. മറുവശത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ ആവട്ടെ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും ഇരുവരും ചേർന്നാണ് യഥാർത്ഥത്തിൽ പ്രചാരണം പൂർണ്ണതോതിൽ ഇപ്പോൾ ആ മേഖലകളിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കൊൽക്കത്ത അടക്കമുള്ള മേഖലകളിൽ 29-ാം തീയതിയാണ് വോട്ടെടുപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.